നമസ്കാരം. കേരളത്തിന്റെ ഒരു സാധാരണ ഗ്രാമപ്രദേശത്ത് നിന്നും മിമിക്രി വേദികളിലൂടെ മലയാളത്തിലെത്തി, മലയാളത്തിൽ നിന്ന് ഇന്ത്യയിലെ മറ്റ് ഭാഷകളിലൂടെ വളർന്ന് ഏറ്റവും വിലപിടിപ്പുള്ള ഒരു സംവിധായകനായി മാറിയ മലയാളികളുടെ വളരെ പ്രിയപ്പെട്ട സിദ്ദിഖ് സാർ. ഓർമ്മയിലെന്നും സിദ്ദിഖ് സാർ തുടരുന്നു. ഗോഡ് ഫാദറിന്റെ റീ റെക്കോർഡിംഗ്, ജോൺ ഹോനായുടെ തീം എന്ന് പറയുന്നത്, അതെല്ലാം അപ്പം ആമുഖത്തിൽ എവിടെയോ ഞാൻ പറഞ്ഞ പോലെ സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ വന്നിട്ടുള്ള ഒരു സിനിമ. നമ്മൾ 100 കോടി ക്ലബിന്റെ കാര്യം പറഞ്ഞു, ഏറ്റവും കൂടുതൽ ഓടിയത് പറഞ്ഞു, തീം പറയുന്നു, ക്യാരക്ടർ പറയുന്നു. ഇതൊക്കെ പറയുമ്പോഴും ബോധപൂർവം പലപ്പോഴും സിനിമയുടെ അക്കാഡമിക് ചർച്ചകളിൽ സിദ്ദിഖ് ലാൽ ചിത്രങ്ങളെ വളരെ വിരളമായിട്ട് കാണാൻ പറ്റുന്നുള്ളൂ എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ട്. അല്ലേ? അത്രയും പോപ്പുലർ ആയിട്ടുള്ള സിനിമകളാണ് ഈ രണ്ട് കൂട്ടുകെട്ടും കൂടെ നമുക്ക് തന്നിട്ടുള്ളത്. ഞാൻ ഇത്തരം ക്യാരക്ടറുകളെ പറഞ്ഞതുകൊണ്ട് മറ്റൊരു നടൻ, അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ, അദ്ദേഹം സിനിമകളിൽ പലതിലും അഭിനയിച്ചിട്ടുണ്ട്, പല സിനിമകളുടെ ഭാഗമായിട്ടുണ്ടെങ്കിലും ജീവിതത്തിൽ എടുത്തു പറയാവുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ചെയ്തിട്ടുള്ളത് സിദ്ദിഖ് ലാൽ ചിത്രത്തിലാണ്. അപ്പഹാജ ചേട്ടന്റെ സ്റ്റേറ്റ്മെന്റ് കേൾക്കാം. ഡയറക്ടർ സിദ്ദിഖിനെ പറ്റി പറഞ്ഞാണെങ്കിൽ ആദ്യം തന്നെ പറയാനുള്ളത്, പുള്ളി എൻ്റെ ഒരു റിലേറ്റീവ് ആയിരുന്നു. പിന്നെ റിലേഷൻ ആണെങ്കിലും കൂടുതൽ ഞാൻ അടുക്കുന്നത് എന്നെന്നും കണ്ണേറ്റെന്ന് പറഞ്ഞ ഫാസിൽ ഡയറക്ട് ചെയ്ത പടത്തിൽ അവർ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിരുന്നു. അപ്പം ഈ ഷൂട്ട് ഫുള്ള്, അപ്പോൾ ഇവർ മിമിക്രിയിൽ നിന്ന് വന്നവരാണല്ലോ, അപ്പോൾ അതാദ്യം പറയണം. ഇവർ പുല്ലേപ്പടിയിലാണ് താമസിച്ചിരുന്നത്, സിദ്ദിഖ് ലാലും ഞാനും പുല്ലേപ്പടിയായിരുന്നു. അപ്പോൾ നമ്മുടെ ഹരിശ്രീ എന്നിട്ടൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു. അവർ കലാഭവൻ കഴിഞ്ഞിട്ട് പിന്നെ ഹരിശ്രീ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ്, നമ്മുടെ ഹരിച്ചേട്ടൻ എന്ന് പറയും, പുള്ളി മരിച്ചുപോയി. പുള്ളിയാണ് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്നൊക്കെ ആ പടത്തിൻ്റെയൊക്കെ പ്രൊഡ്യൂസർ. അപ്പം ഞങ്ങൾ നെയ്ബേഴ്സ് ആയിരുന്നു ഹരിച്ചേട്ടൻ. അപ്പോൾ ഹരിച്ചേട്ടൻ്റെ അവിടെ നിന്നാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ ഇവർ കൊണ്ടുപോകുന്നത്. ഇവർ എവിടെ പ്രോഗ്രാമിന് പോകുമ്പോഴും ഇവിടെ വന്ന് സൗണ്ട് എടുക്കും. അവിടെ ഒരു സുരേഷ് എന്ന് പറഞ്ഞൊരു സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഇവരുടെ കൂടെ ബസ്സിൽ ഈ മിമിക്രി കാണിക്കാൻ, ഈ പ്രോഗ്രാമിനൊക്കെ സ്റ്റേജിലൊക്കെ ഇവർ പോകുമ്പം ഇവരുടെ കൂടെ പ്രോഗ്രാമിന് പോകുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ കൂടുതൽ എടുക്കുന്നത് ഈ ഫാസിൽ സാറിൻ്റെ ഫാസിലിക്ക, പുള്ളിയും എൻ്റെ ഒരു റിലേറ്റീവാണ്. എന്നെന്നും കണ്ടിട്ടെന്ന് പറഞ്ഞ പടത്തിൽ നിലമ്പൂരിൽ വെച്ചിട്ട് കൂടുതൽ അടുക്കുന്നത്. ഈ അടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ ഫുൾ ടൈം ഷൂട്ട് കഴിഞ്ഞ ഉടനെ കൂടിയിരുന്ന് തമാശ പറച്ചിലും, അത് കഴിഞ്ഞ് ഡബ്ബിങ് ട്രിവാൻഡ്രത്ത് വരുമ്പോഴും ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടുണ്ട് ഒരു റൂമിൽ, തൊട്ടടുത്തടുത്ത റൂമിൽ. എന്നാലും കൂടുതലും അവരുടെ കൂടെ വന്ന് കമ്പൈൻ ചെയ്തിരിക്കും ഈ തമാശകൾ കേൾക്കാനും പിടിക്കാനൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് റാംജി റാവു കഴിഞ്ഞിട്ട് ഹരിഹർ നഗർ ഡയറക്റ്റ് ചെയ്യണത്. അപ്പോൾ അതിൽ ഞാനൊരു ചെറിയ വേഷം ചെയ്തു. അത് കഴിഞ്ഞ് തന്നെ സിദ്ദിഖ് അണ്ണൻ എന്നാണ് ഞങ്ങൾ വിളിക്കാറ്, സിദ്ദിഖ് അണ്ണൻ്റെ ബോഡി ഗാർഡ് ചെയ്തു. പിന്നെ അതിനുശേഷം ബിഗ് ബ്രദർ എന്ന് പറഞ്ഞ മോഹൻലാലിലൂടെ ഒരു പടം ചെയ്തു. ഇത്രയും പടങ്ങളാണ് പുള്ളിലൂടെ ഞാൻ ചെയ്തിരിക്കുന്നത്. എപ്പോഴായാലും ഈ അപ്പഹാജനെ പറയുമ്പോൾ നമ്മൾ ഹരിഹർ നഗറിൽ ഈ വേറെ കാര്യത്തിന് പോകുമ്പോൾ വരുന്ന വേറെ സംഘം എന്ന് പറയുന്നതിനകത്ത് ശരിക്ക് ഹരിഹർ നഗറില് 4 അപ്പഹാജിയായിരുന്നു എന്ന് വെച്ചാൽ ജഗദീഷനായിരുന്നു. പക്ഷെ ജഗദീഷിനെ അന്വേഷിച്ചപ്പോൾ നമ്മൾ അന്വേഷിക്കാൻ പറഞ്ഞ കൺട്രോളർ വന്നിട്ട് പറഞ്ഞു പുള്ളിക്ക് ഡേറ്റ് ഇല്ല, അടുത്ത കാലത്തെങ്ങും ഇല്ലായിരുന്നു. അത് ഞങ്ങൾക്ക് വലിയ അടിയായി പോയി. കാരണം ജഗദീഷ് കണ്ടു തന്നെ നമ്മൾ മനസ്സിൽ കണ്ടു തന്നെ എഴുതിയിരിക്കുന്നത്. പിന്നെ നിവൃത്തിയില്ല, എന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മുടെ അപ്പാജെ ആ വേഷത്തിലേക്കല്ല, സിദ്ദിഖിന്റെ വേഷത്തിലേക്ക് കാസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി. അത് പക്ഷെ അപ്പാജെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ദിവസം വഴിയിൽ വെച്ചിട്ട് ജഗദീഷിനെ എവിടെ വെച്ച് കണ്ടപ്പോൾ വെച്ചു, എന്നാലും നിങ്ങൾ ഭയങ്കര ചതിയായി. ആ പുള്ളി അറിഞ്ഞിട്ടേ ഇല്ല ഇങ്ങനെ ഒരു പടത്തിന് ഞങ്ങൾ വിളിച്ച കാര്യമൊന്നും. ഞാൻ ഫ്രീ, നിങ്ങളുടെ പടത്തിന് അഭിനയിക്കാൻ വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുകയല്ലേ. അപ്പൊ പിന്നെ തിരിച്ചോടൊന്ന് അങ്ങനെ അപ്പഹാജ മറ്റേ വേഷത്തിലേക്ക് പോയതാണ്, നമ്മുടെ കാറ്റ് കുതിക്കുന്ന വേഷം. പക്ഷെ ഈ അപ്പഹാജ ക്യാരക്ടറുകളില്ലേ, ഈ സിദ്ദിഖ് സാറിന്റെ എഴുത്തിലാണോ നിങ്ങളുടെ എഴുത്തിൽ? കാരണം ഇപ്പം മാന്നാർ മത്തായില് ജനാർദ്ദനൻ ചേട്ടന്റെ സംഘത്തിന്റെ ഒരു സംഘമുണ്ട്. ഇവർക്ക് ഈ കഥയിലൊരു ബന്ധമില്ല, മെയിൻ സ്ഥലങ്ങളിൽ ഉടക്ക് വെക്കാനായിട്ട് ഇവർ കൃത്യമായിട്ട് വരും. ഈ അപ്പഹാജൻ ടീം ഇതേപോലെ ഒരു സ്റ്റേഡിയത്തിലെ ഫൈറ്റിൽ ഇവർ ഓടി അവിടെ കയറുമ്പോൾ ബൈക്കൊക്കെ നിർത്തിയിട്ട് ഓൾറെഡി അടിക്കാൻ പാത്തിന് റെഡിയായിട്ട് ഈ സംഘം ഇരിക്കുന്നുണ്ട്. ഹരിഹർ നഗർ 2 എനിക്കതാണ് പെട്ടെന്ന് ശരി വന്നത്. ഹരിഹർ നഗർ 2 ഒരു പോലീസ് ഓഫീസറായിട്ട് അപ്പാജയുണ്ട്. അപ്പൊ അപ്പാജെ കൊണ്ടുവന്ന ക്യാപ്പ് കുറച്ച് ലൂസായിരുന്നു, അതായത് കുനിഞ്ഞ താഴെ വീഴും. അതിങ്ങനെ തല വെച്ച് കഴിഞ്ഞിങ്ങനെ ആടും തലാനൊക്കെ. പക്ഷെ ആ സമയം നിവൃത്തിയില്ല, അത് എടുക്കാൻ വേണം. അപ്പൊ അന്ന് സിദ്ദിഖ് ലൊക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ജീപ്പിൽ ഇറങ്ങി അപ്പാജ നടന്നു വരുമ്പോ സിദ്ദിഖ് ചോദിച്ചു, അപ്പാജ തൊപ്പി വെച്ച് വരികയാണോ തൊപ്പി ചുമന്നുകൊണ്ട് വരികയാണോ? എനിക്കെപ്പോഴും ആ വിഷ്വലുണ്ട്. കാരണം ഇയാൾ നടക്കുമ്പോ തൊപ്പി കുണുങ്ങുന്നുണ്ട്. ഈ നമ്മൾ പാട്ടിനെ പറ്റി നിങ്ങളുടെ വേറൊരു പ്രത്യേകത കൂടെ, ഈ ഹിന്ദി ബോഡി ഗാർഡ് വന്നതിന് ശേഷം ഡിസ്കസ് ചെയ്ത
നിങ്ങൾ മിക്ക സിനിമകളിലും പരീക്ഷിച്ച ഒരു ടെക്നിക്കാണ് വലിയ ഒരു സെന്റിമെന്റ്സ് സീനിന്റെ വാലയിൽ ഒരു പാട്ട് വയ്ക്കുക എന്ന് പറയുന്നു. ഇപ്പൊ ഗോഡ് ഫാദറിൽ ഈ സഹോദരന്മാര് തമ്മിൽ വഴക്കുണ്ടായിട്ടാണ് നീർപ്പളുങ്കുകൾ എന്നുള്ള പാട്ട് വന്ന് കയറുന്നത്. അങ്ങനെ ഒരുപാട് സിനിമകളിൽ നമ്മുടെ ഹിറ്റ്ലറിലുണ്ട്, എല്ലാ പടത്തിലും തന്നെ ഉണ്ട്. കണ്ണീർ കായലുണ്ട്, ഫ്രണ്ട്സിൽ കടൽ കാറ്റിൻ നെഞ്ചിൽ എന്ന് പറയുന്ന പാട്ടുണ്ട്. അത് ഈ സിനിമയ്ക്ക് കഥ പറയുമ്പോൾ ഒരു ഗ്രാഫ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, ആളുകളുടെ ഒരു താല്പര്യത്തിന്റെ ഗ്രാഫ്. അതിങ്ങനെ കഥ തുടങ്ങി ആളുകൾ അങ്ങനെ അടുത്ത എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഇങ്ങനെ അത് ബിൽഡ് ചെയ്യുമ്പോൾ അനുസരിച്ചിട്ട് ഈ പടം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. പക്ഷെ ഇത് അങ്ങനെ അങ്ങോട്ട് കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഇത് പോയി ഉത്തരത്തെ തലയിടിച്ച് ചത്തുപോകും. കാരണം അതിന്റെ മേലെ നമുക്ക് കയറ്റാൻ പറ്റില്ല. അപ്പൊ ആ ഒരു അവസ്ഥ വരുമ്പോൾ മിക്കവാറും ഒരു പീക്ക് എന്ന് പറയുന്ന സ്ഥലത്തെത്തുമ്പോൾ ഒരു സോങ് വന്നു കഴിഞ്ഞാൽ അതൊന്ന് പാരലായിട്ട് പതുക്കൊന്ന് താഴേക്ക് വരും. എന്നാൽ അതൊരു ബോറടിയായിട്ട് തോന്നിയില്ല. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും കയറ്റാം നമുക്ക്. അതിന് വേണ്ടിയിട്ടാണ് മിക്കവാറും പാട്ട് ഉപയോഗിക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഏറ്റവും നല്ല പാട്ടാണ്. അവർ തമ്മിൽ ഇഷ്ടത്തിലായി, പ്രണയത്തിലായി, കുട്ടിയായി, അത് കഴിഞ്ഞിട്ട് ഭാര്യ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കഥയൊക്കെ വേണമെങ്കിൽ ഒരു ചെറിയ 3 മിനിറ്റ് പാട്ടിൽ പറയാം. ആ സീനിൽ പറയാൻ കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും. ഇനി ഒരാളെ കൂടെ ഞാൻ വിളിക്കുകയാണ്. ഓർമ്മയിലെന്നും സിദ്ദിഖ് എന്ന ഈ പരമ്പരയിൽ സിദ്ദിഖ് ലാൽ മാർ ഹരിശ്രീ എന്ന് പറയുന്ന ട്രൂപ്പിൽ പ്രോഗ്രാം ചെയ്യുന്ന കാലം അവരോടൊപ്പം ഒരുപാട് സ്റ്റേജ് ഷോകളിൽ പങ്കെടുത്തിട്ടുള്ള നിരവധി സിനിമകൾ, ടെലിവിഷൻ ഷോകൾ, ഇതിലൂടെ എല്ലാം നമുക്ക് വളരെ പ്രിയപ്പെട്ട അതുല്യനായ ഒരു കലാകാരൻ. സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ഏലൂർ ജോർജ്. ജോർജ് ചേട്ടാ, ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങള് സിദ്ദിഖ് സാർ, അദ്ദേഹം നമ്മൾക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരുപാട് സിനിമകൾ, ആരംഭകാലത്തെ നാടകം, മിമിക്രി തൊട്ട് തുടങ്ങി ഇങ്ങനെ പറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ജോർജ് ചേട്ടൻ സിദ്ദിഖ് സാറിന്റെ ഒരു കരിയറിന്റെ, വ്യക്തിജീവിതത്തിന്റെ ഏത് കാലഘട്ടത്തിലാണ് പരിചയപ്പെടുന്നതും പോകുന്നതും എല്ലാം? ഞാൻ 87 തുടങ്ങിയുണ്ട് ഹരിശ്രീലുണ്ട്. അപ്പൊ സിദ്ദിഖ് സാർ അതിലെ ആർട്ടിസ്റ്റാണ്? ആർട്ടിസ്റ്റാണ്. NF വർഗീസ്, ഹരിശ്രീ അശോകൻ, സിദ്ദിഖ് ലാല്, കോട്ടയം ജോസഫ്, അല്ലേ? ആ ടീം, ഇത്രയും പേരുണ്ട്. ഗോകുൽമാൻ. ഇത്രയും പേരുള്ള സമയത്ത് ട്രൂപ്പിലുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഇവര് സിനിമയിലോട്ട് പോകുന്നതും. അതെ. നിങ്ങളെല്ലാം കൂടെ ആ ട്രൂപ്പ് തുടർന്ന് കൊണ്ടുപോകുന്നതും അല്ല? അതെ. അല്ല, ആ കാലഘട്ടത്തിൽ ഒന്നിച്ച് ഒരു യാത്രയൊക്കെ ഭയങ്കര ഒരു പിക്നിക്ക് അല്ലേ? പിക്നിക്കിന്റെ ഒരു സുഖമായിരുന്നു. ഭയങ്കര കൗണ്ടറുകളും യാത്രയിൽ ഭയങ്കര കൗണ്ടറുകളാണ്. അങ്ങനെ കൗണ്ടറുകൾ എങ്ങനെ ജനിക്കണമെന്നുള്ളത് ഞാൻ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞിങ്ങനെ നടക്കണമെങ്കിലും ഇങ്ങനെ കൗണ്ടറുകൾ എങ്ങനെയാണ് ജന്മം എടുക്കണം എന്നുള്ളത് കണ്ടുപഠിക്കാൻ കൗണ്ടർ ഗുരുക്കന്മാരാണ് സിദ്ദിഖ് ലാലന്റെ. ഞാൻ കുറെ കൗണ്ടറുകൾ ഇങ്ങനെ അടിക്കാറുണ്ട്, അത്രത്തോളം വന്നില്ലെങ്കിൽ പോലും. പക്ഷെ ആരെയും വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള കൗണ്ടറുകളൊന്നും ഇവർ ഇന്ന് വരെ പറഞ്ഞ എന്നെ അറിവില്ല. അല്ല, ഞാൻ പറയാറുണ്ട്, എനിക്കൊരു തമാശ കണ്ടു കഴിഞ്ഞാൽ അത് പറയാൻ തോന്നിക്കഴിഞ്ഞാൽ പറയാതിരിക്കാനോ അല്ലെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാതിരിക്കാനോ പറ്റില്ല. സിദ്ദിഖാന ഒരുപാട് കാര്യത്തിനെ തന്നെ വഴക്ക് പറയാറുണ്ട്. ഒരിക്കലും ഞങ്ങളൊരു ബാങ്കില് ഒരു ലോൺ കാര്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പൊ ഞാൻ സിദ്ദിഖ് കൂടി ഇരിക്കുകയാണ്, മാനേജറുണ്ട്. അപ്പൊ എന്റെ ചെയർ ഇങ്ങനെ അതിന്റെ ഹാൻഡിലുണ്ട്. അത് കഴിഞ്ഞൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ചെയറിന്റെ സിദ്ദിഖ്, അതിനും 2 കൈയൊക്കെ ഉണ്ട്. അപ്പൊ അതിലിരിക്കുമ്പോൾ കുറച്ച് ഞാൻ തമാശ സിനിമയുടെ കാര്യമൊക്കെ അയാൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് കാര്യത്തിലേക്ക് കിടക്കാൻ, അപ്പൊ സാറേ എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യമില്ലാണ്ട് ഒരാൾ ഡോർ തുറന്ന് കയറി വന്നു. ഞാൻ പറയാൻ പാടില്ല, നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു അടി കൊടുക്കാൻ തോന്നില്ല. ചില ആളുകളുണ്ട്, ഒറ്റ കാര്യമില്ല, നമുക്ക് അടുത്ത് വൈരാഗ്യമില്ല. അങ്ങനത്തെ ഒരാള് കതറൊക്കെ ഇട്ടിട്ട് പേനയൊക്കെ വെച്ച് ഡയറിയൊക്കെ ഇട്ട് ഹലോ തുമ്പണ്ടി മാനേജറെ കൈ കാണിച്ചിട്ട് വന്നു. ഓർമ്മയുണ്ടോ? അയാൾക്കൊരു പിടിയില്ല. ആലോചിച്ച് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ക്ലൂ ഇടുമല്ലോ, കുറെ ക്ലൂ ഏലൂര് വെച്ച് രാത്രി 12 മണിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ക്ലൂ ഒക്കെ മാനേജർക്കൊന്നും പിടുത്തങ്ങൾ. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ഇറിറ്റേഷനായി, പറയാൻ പറ്റാണ്ട് ഇയാൾ വന്നിട്ട് ഞാൻ ശ്രദ്ധിക്കാനിരിക്കുന്നതിൻ്റെ ഈ കസേര ഇതിന്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറിയിട്ട് ഈ 2 പിടിയിലും പിടിച്ചിട്ട് ഇവിടെ അങ്ങോട്ട് ഇരുന്നു. ഇവിടെ കസേരയില്ല, അങ്ങോട്ട് വീണു. എനിക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു. സിദ്ദിഖിന് 2 കാലിൽ നക്കുന്നു, ചവിട്ടുന്നു, അങ്ങനെയൊക്കെ. അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്ത് വൃത്തികേടോടെ ഞാൻ പറഞ്ഞതിന് ചിരിച്ചില്ല. പിന്നെ മരിച്ചു നമ്മള്. ആ ഒരു കുഴപ്പമുണ്ട്. ഒരു കൗണ്ടർ ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഞങ്ങളിങ്ങനെ പ്രോഗ്രാമിന് പോകണം, സമയം തെറ്റിയാണ് ഇവിടെ നിന്ന് പോണത്. രാത്രിയാണ്, ഒരു 7 മണിക്ക്, 10 മണിക്കാണ് ഷോ. വഴി ചോദിക്കുന്നു പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയപ്പോൾ ചോദിച്ച്, ചേട്ടാ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക്.
അപ്പോൾ അയാൾ പറഞ്ഞ് എന്തോരമുണ്ട്, എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞ് 5 കിലോമീറ്റർ എന്ന് പറഞ്ഞു. വണ്ടി എടുത്തപ്പോൾ തന്നെ ലാലേട്ടൻ വല്ലതൊന്നും കുറയുമോ എന്ന്. അപ്പൊ സിദ്ദിഖ 2 കിലോമീറ്റർ എന്നിട്ട് ചോദിക്കാം അപ്പൊ എന്തെങ്കിലും കുറയൂ. അങ്ങനെയാണ് കൗണ്ടറുകൾ ഉണ്ടാകണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അശോകൻ ചേട്ടന്റെ കാര്യം വരുമ്പോഴേ നമ്മൾ ഇപ്പം മാന്നാർ മത്തായി ഉണ്ട്, ഗോഡ് ഫാദർ ഉണ്ട്, പിന്നെ ക്രോണിക് ബാച്ചിലർ അല്ലേ ഇതിനിടയിൽ? പിന്നെ ക്രോണിക് ബാച്ചിലറാണ്. ക്രോണിക് ബാച്ചിലറിലാണ് ഒരു വലിയ വിഷയം. സിനിമയും തിരക്കുകളും ഒരുപാടുണ്ട്. ഏതെങ്കിലും കാര്യത്ത് ആ വിഷയം ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ? എങ്ങനെ അത് അശോകൻ ചേട്ടന്റെ സമയം ഇല്ലാണ്ട് പോകുന്നതാണോ, ക്യാരക്ടർ ഇല്ലാണ്ട് പോകുന്നതാണോ? അല്ല, അങ്ങനെ ക്യാരക്ടർ വന്നിട്ടില്ല. അതായത് ഇവർ പണ്ടേ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ വേഷം ചോദിക്കില്ല ഇവരോട്. കാരണം വെച്ചാൽ NFRX ആണ് എനിക്ക് വേണ്ടി ചോദിക്കുന്നത്. അപ്പോഴും ഇവർ പറഞ്ഞ മറുപടി എന്നോടാണ് മറുപടി പറഞ്ഞത്, എടാ നിനക്ക് തരാൻ പറ്റിയൊരു വേഷം വരട്ടെ, അപ്പൊ നമുക്ക് ഞങ്ങൾ തന്നിട്ടൊരു ഗുണം ഉണ്ടാവണം. അല്ല, അത് ചില എഴുത്തുകളിൽ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരുടെ അഡ്രസ്സ് ഒരു കോമഡി സിനിമകളുടെ അഡ്രസ്സാണ്. ജഗതി ചേട്ടൻ കുറവാണ് നിങ്ങളുടെ സിനിമകൾ. ഇല്ല. തിരിച്ചൊന്ന് ആലോചിച്ച്, ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു നടന് കോമഡി സിനിമകളുടെ കഥ പറയുമ്പോൾ എല്ലാരും പറയുന്നുണ്ട് കുറവാണ്. ഫ്രണ്ട്സിലോ മറ്റാണ്. കാബൂളിവാല കഴിഞ്ഞിട്ട് ഫ്രണ്ട്സിലാണ് അദ്ദേഹം വരുന്നത്. ജോർജ് ചേട്ടനോ? ഞാൻ ലാലേട്ടന്റെ പടങ്ങളിലൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖയുടെ പടത്തിൽ ഞാൻ ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയില്ല ഇതുവരെ. മിക്ക സിനിമകളിലും എല്ലാത്തിലും ആ സൗഹൃദം ലാലേട്ടന് അന്നും ഇന്നും ആ സൗഹൃദം അല്ലേ? അതില് ചെറുതാണെങ്കിലൊന്നും പുള്ളിക്കാൻ അത് പരാതിയില്ല. അത് ഞാൻ വലുതാക്കും. അത് ഞാൻ വലുതാക്കും. 10 ഷോട്ടൊക്കെ ആക്കി മാറ്റും. സിദ്ദിഖയുടെ ദീപ്തമായ ഓർമ്മകളുമായി നിരവധി സിനിമകളിലൂടെ നമുക്ക് വളരെ പ്രിയപ്പെട്ട സീമ ജി നായർ. എന്നും എന്നോണം ഓർമ്മയിൽ വരുന്ന ഒരു വ്യക്തിത്വമാണ് സിദ്ദിഖേട്ടൻ്റെത്. ഞാൻ ആദ്യമായിട്ട് ക്രോണിക് ബാച്ചിലറാണ് ചെയ്യുന്നത്. അതിനു മുമ്പ് കാബൂളിവാലയ്ക്ക് വേണ്ടി എന്നെ വിളിച്ചതാണ്. പക്ഷേ അതേതോ കള്ള ഫോണാണ്, കള്ളത്തരത്തിൽ ആരോ വിളിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് നിഷ്കരണം കാബൂളിവാല എന്ന് പറഞ്ഞ സിനിമയെ വേണ്ടാന്ന് വെച്ചവളാണ് ഞാൻ. അതിനുശേഷം ക്രോണിക് ബാച്ചിലറിന് ചെല്ലുമ്പോഴാണ് ഈ കഥ കംപ്ലീറ്റ് ഞാൻ അറിയുന്നത്. അതിനുശേഷം ബോഡി ഗാർഡ്, ഫുക്രി, അങ്ങനെ കുറച്ച് പടങ്ങൾ ചെയ്തു. അപ്പം സിദ്ദിഖേട്ടന് അദ്ദേഹം ചെയ്യുന്ന പടത്തിൽ ഒരു വേഷം എനിക്ക് ചെയ്യാൻ പറ്റുന്നതുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും സിദ്ദിഖേട്ടൻ എന്നെ വിളിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിലാണെന്ന് അറിഞ്ഞപ്പോഴും മരിച്ചു എന്നറിഞ്ഞപ്പോഴും അതൊരിക്കലും ഒരു തീർത്താൽ തീരാത്ത വേർപാട് തന്നെയായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 2 പേര് വിട്ടുപോയത് അടുത്തടുത്ത ദിവസങ്ങളിലായിരുന്നു. ഒന്ന് ശരണ്യയും ഒന്ന് സിദ്ദിഖേട്ടനും. 2 പേരും അടുത്തടുത്ത ദിവസങ്ങളിലാണ് മരിച്ചത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം എനിക്ക് കടപ്പാടും ബഹുമാനവും സ്നേഹവുമുള്ള ഒരു വ്യക്തിയാണ് സിദ്ദിഖേട്ടൻ. എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ഒരു 84 പിരിഞ്ഞ ശേഷം ഒരു 15 വർഷം യാതൊരു ബന്ധവുമില്ല. പിന്നെ സിദ്ദിഖായിട്ടുള്ളൊരു സൗഹൃദം വരുന്നത് 2003-4 കഴിഞ്ഞ് ഈ എന്ന് പറയുന്ന സംഘടന വരികയും സിദ്ദിഖ് ലാലും 41 മിമിക്രിക്കാരും എന്ന് പറഞ്ഞൊരു ടെലിവിഷൻ ഷോ ഇവര് പിരിഞ്ഞ ശേഷം ഇവര് തമ്മിൽ ഒരുമിച്ച് ഷോ നടത്തുന്ന ഞാനാണ്. ആ ഷോ വരുന്നു. ഇവർ രണ്ടുപേരെയും എങ്ങനെ വീണ്ടും ഒന്നിച്ചു എന്നൊക്കെ പലരും വന്നതിൻ്റെ അടുത്ത് ചോദിച്ചു. പിന്നെ ഇവർ രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് ചെയ്യാൻ പറ്റുമോ ഒരു സിനിമ, ഒന്ന് പ്രസാദ് ഒന്ന് ഇടപെടുമോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് പലരും ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ അതിലൊന്നും ഇടപെടാറില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ സിനിമ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ചെയ്യുന്ന സമയത്താണ് ഡെയിലി ഒരു സിനിമ ചെയ്യുന്ന പോലെ ഡെയിലി രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം 4 തവണ വിളിക്കുന്നതും ഈ 120 എപ്പിസോഡിൻ്റെ എല്ലാ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ചാറ്റിങ്ങിൻ്റെ എല്ലാം എഴുതുന്നതും ആയിട്ട് പിന്നൊരു 4-5 വർഷം കണ്ടിന്യൂസ് ഫോൺ കോളായിരുന്നു. ഈ മുമ്പുള്ളൊരു ബന്ധം ഇല്ലെങ്കിൽ പോലും അതിനുശേഷം പിന്നെ ഈ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് ഒക്കെ വരുന്ന സമയത്തൊക്കെ പുള്ളിയാണ് തീരുമാനിക്കുന്നത് ആരൊക്കെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് വേണം. പുള്ളിക്ക് അറിയാം ഓരോ വ്യക്തിയുടെ A to Z പുള്ളിക്ക് അറിയാം മിമിക്രിക്കാരുടെ. ലാസ്റ്റ് നമ്മുടെ ജനറൽ ബോഡിയുടെ ഒരാഴ്ച മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞു, എടാ ജനറൽ ബോഡി 27-ാം തീയതി 3-ാം തീയതി അല്ലേ? ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടോ കൂടാന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 26-ാം തീയതി എന്നെ വിളിച്ച് പറഞ്ഞു, എടാ എനിക്കൊരു ചെറിയ പനിയുണ്ട്, പനി കൂടുകയാണെങ്കിൽ ഞാൻ വരില്ല, എനിക്കൊന്ന് ഹോസ്പിറ്റലൈസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു രാവിലെ ഒന്ന് വന്ന് തല കാണിച്ചിട്ട് പോയിക്കോ. ഞാൻ വന്നേക്കാന്ന് പറഞ്ഞു. ജനറൽ ബോഡി ദിവസം രാവിലെ 8 മണിക്ക് എന്നെ വിളിച്ച് പറഞ്ഞു, പിഷാരയുടെ അടുത്തും ഷാജോന്റെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞേക്കണം, എനിക്ക് സുഖമില്ല, ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു. അന്നും പുള്ളി പോയി. അങ്ങനെ നമ്മുടെ ജനറൽ ബോഡിയിൽ പുള്ളി വന്നില്ല. 2 ദിവസം കഴിഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു, എടാ ഞാൻ തിരിച്ചു വന്നു, പെരുന്നാളായതുകൊണ്ട് വന്ന് പിള്ളേരുടെ കൂടെ ഇരിക്കാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നാളെ പോയി ഹോസ്പിറ്റലൈസ് ചെയ്യും, ഒരു ഇത്തിരി പ്രശ്നമുണ്ട്, എനിക്കതൊന്ന് ക്ലിയർ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇവരൊക്കെ സിനിമയിലേക്കൊക്കെ ബിസിയായി പോയി. അപ്പം ഞാൻ ഹരിസിൽ നിന്ന് പോന്നു. ആ സമയത്തായിരുന്നു എൻ്റെ വിവാഹം, 2000-ലായിരുന്നു റിസപ്ഷനിൽ. ആ സമയത്ത് ഒത്തിരി പേരെ നമ്മൾ ക്ഷണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ റിസപ്ഷൻ നടക്കുന്ന സമയത്ത് ഒത്തിരി പേര് ക്യൂ നിൽപ്പുണ്ട്. ലാലേട്ടൻ ഉണ്ടായിരുന്നു, അശോകൻ വന്നു, ദിലീപ്, അങ്ങനെ ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പോസ്റ്റ്മാൻ്റെ ഡ്രസ്സിൽ
അവിടെ നിന്ന് ആ ക്യൂവിൽ നിൽപ്പുണ്ട്. അപ്പോൾ ഞാൻ പോസ്റ്റ്മാനെ വിളിച്ചിട്ടുമില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ട്, എന്താണ് അങ്ങനെ ഇയാൾ വന്നെന്ന് ഓർത്ത്. ഇയാൾ വന്നിട്ട് ഒരു ടെലഗ്രാം എൻ്റെ നേരെ നീട്ടി, സൈൻ ചെയ്യിച്ച്. ടെലഗ്രാം ഞാൻ പൊട്ടിച്ച് നോക്കിയപ്പോൾ വിഷ് യു ഹാപ്പി മാരേജ് ലൈഫ് ജോർജ് സിദ്ദിഖ്. സിദ്ദിഖ മദ്രാസിലായിരുന്നു. അത് അന്ന് അത്രയും നേരം കിട്ടിയേക്കണ ഗിഫ്റ്റുകളിൽ വെച്ച് ഏറ്റവും വിലമതിക്കാനാവാത്തൊരു ഗിഫ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഒത്തിരി നാൾ ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. പോയതൊക്കെ മണ്ടന്മാര്. അല്ല ലാലേട്ടാ, ആളിവിടെ ഇല്ലെങ്കിലും ചെന്നൈയിൽ നിന്ന് അങ്ങനെയല്ല ലാലേട്ടാ. ഒരു ടെലഗ്രാം അടിക്കേണ്ട കാര്യമുള്ള എനിക്ക്, ഒരു ടെലഗ്രാം അടിക്കേണ്ട കാര്യം. അതാണ് അടുത്ത കല്യാണം ആവട്ടെ. നോക്കാം. അല്ല ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ആ ഒരു മറന്നില്ല, നമ്മളെ മറന്നു. അല്ല, മറക്കാൻ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ അവസരത്തിൽ നമ്മൾ പറയുന്ന ഒരു സൗഹൃദ സംഘം, നമ്മൾ സൗഹൃദങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇവരുടെ ഒരു ഇടയ്ക്കിടയ്ക്ക് ഒത്തുകൂടുന്നൊരു സൗഹൃദമുണ്ട് ഈ പ്രസാദേട്ടൻ, ലാലേട്ടൻ, സിദ്ദിഖയ്ക്കൊക്കെ. ആ സംഘത്തിലുള്ള ഒരാൾ തന്നെയാണ് സംഗീത സംവിധായകൻ ബേണി ഇഗ്നേഷ്യസ് എന്ന. ഇവർ ഇരട്ട സംവിധായകരായിരുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇരട്ട സംഗീത സംവിധായകരായ ബേണി ഇഗ്നേഷ്യസിലെ ബേണി സാർ ഇപ്പോൾ സിദ്ദിഖാനെ ഓർക്കുന്നു. ഡയറക്ടർ സിദ്ദിഖ് സംവിധായകനാകുന്നതിന് മുമ്പ്, സ്ക്രിപ്റ്റ് റൈറ്റർ ആകുന്നതിന് മുമ്പ്, സിനിമയിലൊക്കെ പ്രവേശിക്കുന്നതിന് മുമ്പ് എൻ്റെ ബാല്യകാല സുഹൃത്താണ്. മിക്കവാറും ദിവസം സിദ്ദിഖിനെ ഞാൻ കാണും. ഞങ്ങൾ ഞായറാഴ്ച ഒരുമിച്ച് കൂടി ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലായിരിക്കും, അല്ലെങ്കിൽ ലാലിൻ്റെ ഫാദർ പോളിയേട്ടൻ്റെ വീട്ടിലായിരിക്കും. കുറേ നേരം ഇരുന്ന് തമാശയൊക്കെ പറഞ്ഞിട്ടേ പിരിയാറുള്ളൂ. എല്ലാ ദിവസവും എന്ന് പറഞ്ഞ ഒരു അരമണിക്കൂർ, ഒരു 1/2 കിലോമീറ്ററെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് നടന്നിട്ടാണ് ഞാൻ എൻ്റെ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ പോകും. അദ്ദേഹം ജോലി ചെയ്യുന്ന മുസ്ലിം സ്കൂളിലേക്ക് അദ്ദേഹം പോകും. ഒരു ദിവസം അദ്ദേഹം വളരെ മ്ലാനവതനായിരുന്നു. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി സിദ്ദിഖേ? ഒരു മൂഡിലല്ലോ. സാധാരണ പറയുന്ന തമാശയൊന്നും പറയുന്നില്ല. പറഞ്ഞു, ബേണി, ഞാൻ ഇന്നലത്തെ കൊണ്ട് എൻ്റെ കലാജീവിതം മതിയാക്കണം എന്ന് കരുതിയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നീ ഒരിക്കലും ഞാൻ ഈ ഫീൽഡിലേക്ക് തിരിച്ചു വരില്ല. അതെന്ത് പറ്റി അങ്ങനെ ചിന്തിക്കാൻ എന്ന് പറഞ്ഞു. അവ പറഞ്ഞ്, എനിക്ക് വളരെ വിഷമകരമായ ചില സംഭവങ്ങൾ ഇന്നലെ നടന്നു. പലരും എന്നെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്ന പോലെ സംസാരിച്ചു. എനിക്ക് ഈ പണി പറ്റില്ല, എനിക്ക് എൻ്റെ ഈ മുസ്ലിം സ്കൂളിലെ ജോലി മതി, ഞാൻ അങ്ങനെ ജീവിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ജ്യേഷ്ഠനൊക്കെ പറയുന്നത്, എൻ്റെ പലരും പറയുന്നതായിട്ടുള്ള ചില പോസിറ്റീവ് തോട്ട്സ് എല്ലാം എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. ആയിരിക്കാം, ഞാനല്ല അത് പറഞ്ഞത്, എന്നെക്കൊണ്ട് ദൈവം പറയിപ്പിച്ചാണ്. ആ പറഞ്ഞതിൽ നിന്നും അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി. പിന്നെ അദ്ദേഹം പൂർവാധികം ശക്തിയോടെ ഈ ഫീൽഡിലേക്ക് തിരിച്ചു വരണം, പല കാര്യങ്ങളും ചെയ്യണം എന്നുള്ളൊരു ശക്തമായ തീരുമാനത്തോടെയാണ് അദ്ദേഹം പിന്നീടുള്ള ദിവസങ്ങൾ കഴിച്ചു കൂട്ടിയത്. ഇത് ഞാൻ അറിയുന്നത് മനോരമ സൺഡേ സപ്ലിമെൻറ്റിൽ അദ്ദേഹം എന്നെപ്പറ്റി ഒരു പാരഗ്രാഫ് എഴുതിയിരിക്കുന്നു, സിദ്ദിഖ് ലാലിൻ്റെ ഒരു മുഴുനീള പേജിൽ. ഞാൻ ഉടനെ വിളിച്ചു, എന്താണ് എന്നെപ്പറ്റി എഴുതാൻ കാര്യം എന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, ബേണി, ഞാൻ എഴുതുന്നത് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ്, സത്യമാണ് പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ നിങ്ങളുടെ വാക്കുകളാണ് എൻ്റെ ഹൃദയത്തെ മാറ്റിമറിച്ചത്. എനിക്ക് ഇതിൻ്റെ അകത്ത് മുന്നേറണം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ തോന്നിയത്. അങ്ങനെയാണ് ഞാനിപ്പോൾ ഇവിടം വരെ എത്തിയ ഒരു ഡയറക്ടറായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അത് ഞാൻ വെറുതെ പറയുന്നതല്ല എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹം എപ്പോഴൊക്കെ ഒരു അവസരം കിട്ടും, മരിക്കുന്ന ഒരു 5-6 മാസം മുമ്പ് ഞങ്ങൾ ഒരുമിച്ചൊരു അമൃത TV ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അവിടെയും അദ്ദേഹം പറഞ്ഞു, സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പമാണ് അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിച്ചത്. അതേപോലെ പല സ്ഥലത്തും ഞങ്ങൾ ഒരുമിച്ച് വേദിയിൽ സംസാരിക്കുമ്പോഴും അല്ലാത്ത സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ എളിമയും അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ വലിപ്പവും എനിക്ക് പ്രകടമായിട്ടുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ അദ്ദേഹം ഒരു ഡയറക്ടറോ സ്ക്രിപ്റ്റ് റൈറ്ററോ മാത്രമല്ല, ഒരു മഹാനായ വ്യക്തി കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി ഒരു വാക്ക് പോലും മോശം പറയാൻ ഒരാൾക്കും സാധിക്കില്ല. അദ്ദേഹത്തിൻ്റെ കലാപ്രതിഭയെ പറ്റിയോ അദ്ദേഹത്തിൻ്റെ ഡയറക്ടർ എങ്ങനെയാണെന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമൊന്നുമില്ല, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അദ്ദേഹത്തിനും സത്യത്തിൽ കലാകാരന്മാർക്ക് മരണമില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മരണമില്ല. ഒരു സംഗീത സംവിധായകൻ വന്ന സ്ഥിതിക്ക് അഫ്സലിക്കയുടെ ഒരു പാട്ടും കൂടെ, അത് നമ്മളിപ്പോൾ പാടിയതെല്ലാം ദാസേട്ടൻ പാടിയ പാട്ടുകളും MG അണ്ണൻ പാടിയ പാട്ടൊക്കെയാണ്. അഫ്സലിക്ക തന്നെ സിദ്ദിഖയുടെ പടത്തിൽ പാടിയിട്ടുള്ള ഒരു പാട്ടിന്റെ 4 വരി കേൾക്കാം. ഇപ്പം സിദ്ദീഖ് ലാൽ സിനിമകൾ നമ്മളൊക്കെ ഗാനമേളകൾക്ക് പാടിക്കൊണ്ട് കിടക്കുന്ന സമയത്താണ് നിങ്ങളുടെ സിനിമകളിലെ പാട്ടുകൾ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ബാലകൃഷ്ണൻ സാറിൻ്റെ ഒരു ഡിഫറെൻറ്റ് മ്യൂസിക് വന്നപ്പോൾ നമ്മളൊക്കെ നല്ല നല്ല പാട്ടുകൾ എന്നുള്ള. പക്ഷെ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇവരുടെയൊക്കെ സിനിമകളിൽ പാടാൻ സാധിക്കുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയപ്പോഴാണ് ലാലേട്ടൻ്റെ സിനിമയിൽ കല്യാണരാമനിൽ ബേണി ഇഗ്നീഷ്യസ് മ്യൂസിക്കിൽ എനിക്ക് ഒരു തുടക്കം കിട്ടിയത്. പിന്നെ അതിന് ശേഷം ലാലേട്ടൻ്റെ തന്നെ പുലിവാൽ കല്യാണം, അങ്ങനെ കുറേ സിനിമ ഹിറ്റ് പാട്ടുകൾ എനിക്ക് ഉണ്ടായി. പിന്നെ അതിന് ശേഷമാണ് സിദ്ദീഖ എന്നെ ബോഡി ഗാർഡിലും പിന്നെ അതേപോലെ ഭാസ്കർ ദി റാസ്കളും. പക്ഷേ ഏറ്റവും വലിയൊരു ഭാഗ്യം, ഇവർ പിരിഞ്ഞെങ്കിലും ഇവർ ചേർന്ന് ചെയ്ത ഒരു
ഷോ ഉണ്ടായിരുന്നു US 2016 സിദ്ദീഖ് ലാൽ ഷോ. അതിൽ എനിക്ക് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഞാനുണ്ട്, എല്ലാവരും ഉണ്ടായി. ജോർജ് ചേട്ടൻ ഉണ്ടായിരുന്നില്ലേ? ഇല്ല ഇല്ല, ഇല്ല, ലാൽ സാറ്, അശോകൻ ചേട്ടൻ, എല്ലാവരും ഉണ്ടായിരുന്നു. അത് നല്ല പരിപാടിയായിരുന്നു. ഒരു ശരിക്കും ഷോ അല്ല, അതൊരു വലിയൊരു കുടുംബയാത്ര എന്ന് തന്നെ പറയാല്ലേ ലാലേട്ടാ. എല്ലാവരും ഒരുമിച്ച്. അപ്പം അത് ലൈഫിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അപ്പം എന്തായാലും ഇവരുടെ സിനിമകൾ കണ്ട് വളർന്ന് ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതൊക്കെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ കരുതുകയാണ്. എന്തായാലും സിദ്ദീഖ് സാറിൻ്റെ സിനിമയ്ക്ക് വേണ്ടി എനിക്ക് പാടാൻ കിട്ടിയ ഭാഗ്യം, ആ ഒരു പാട്ട് ഞാൻ പാടുക. അപ്പോൾ ഭാസ്കർ ദി റാസ്കലിലെ ഒരു പാട്ടാണ്. ദീപക് ദേവ് ആണ് ഹരിനാരായണൻ ലിറിക്സ് എഴുതിയത്. കാബുളിവാല, ഇതുപോലെ കാബുളിവാലയിൽ എന്നെ പാടാൻ വിളിച്ചു. അശോകൻ ചേട്ടനെ പാടാൻ വിളിച്ചു. ആ, എന്നെ അഭിനയിക്കണേ മുമ്പ് നമുക്കൊന്ന് പാടി തുടങ്ങാന്ന് പറഞ്ഞില്ല, ലാലാണ് എന്നെ വിളിക്കണം. ഞാനാ വിളിച്ചത്. കാരണം അവൻ ഈ ഹൃദയവാഹിനിയൊക്കെ പാടുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരു പാട്ടുണ്ടല്ലോ, ഒരു ഹൈപ്പിച്ചു പിറന്നൊരു ഈ മണ്ണും. അപ്പൊ അത് പാടാനായിട്ട് അശോകന്റെ ഡിഫറൻറ്റ് ശബ്ദമായിരിക്കും എന്ന് കരുതിയിട്ടാണ് അശോകനെ കൊണ്ടുപോയത്. എന്നിട്ട് എന്ത് പറ്റി സംഭവിച്ചത്? പാവം മരിച്ചില്ല. കാരണം അറിയാമോ, SP സാറൊക്കെ ഇരിക്കാണ്, അല്ല മ്യൂസിക് ഡയറക്ടർ. ഞാൻ ചെല്ലുമ്പോ SP വെങ്കടേഷ് നിലത്തിങ്ങനെ ഇരിക്കുന്നു മുറിയിൽ, ഒരു ഗിറ്റാറിസ്റ്റ്, ഹാർമോണി, ഡോലി, ഇവൻ കട്ടിലേലിരിക്കുന്ന സിദ്ദിഖ് ഇരിക്കുന്നു. എന്നോട് ഇരിക്കാൻ പറഞ്ഞ് എൻ്റെ ഉള്ള ഇടിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് മുമ്പിൽ എന്നോട് പാടാൻ ഞാൻ എനിക്ക് പറ്റൂല, പറ എന്നും പറഞ്ഞ് എന്നെ കൊണ്ട് പാടിച്ച് ഇദ്ദേഹം ആ മൂളി തന്നു. പിറന്നൊരു ഈ മണ്ണും തന്നെ അത് തുടങ്ങണ തന്നെ അഞ്ചരക്കട്ടക്കാറ്റ് അവിടെ തുടങ്ങിയിട്ട് മണ്ണും അതൊക്കെ ഇശയും നിലാവും പകലും അവിടെ മഞ്ഞും. എന്നിട്ട് എന്തിനോ ആ വഴി പോയി ഞാൻ. തുടക്കമൊക്കെ നന്നായിട്ട് തന്നെ പാടി കേട്ടോ. പുള്ളിക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു. ഈ പറഞ്ഞ എന്തിനോ ആ നോ വന്നോടി പുള്ളിയും പറഞ്ഞു. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞു. എന്തിനോ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ രണ്ടുപേരെ ശ്രമിച്ചു. ഒന്ന് ഡക്ലസ് എന്ന് പറഞ്ഞ പാട്ടുകാരനെ പച്ചാളത്തുള്ള അവനെ നോക്കി, പിന്നെ വേറൊരു പാട്ട്, പിന്നെ ആരാ പാടിയതല്ലേ, മലേഷ്യവാസ്. ആ, ഈ പാട്ടിന്റെ ഈ നോ പറഞ്ഞ പാട്ടിനെ പറ്റി പറയുമ്പം നമ്മൾ പറഞ്ഞ പല പാട്ടുകളും നോ പറയാതെ യെസ് പറഞ്ഞ് പാടിത്തന്ന അഫ്സലിക്കയുടെ സാന്നിധ്യത്തിന് ഈ ഒരു അവസരത്തില് ഓർമ്മയിലെത്തും എന്ന് പറയുന്ന ഈ പരിപാടിയുടെ ഭാഗത്തു നിന്നും ഹൃദയപൂർവ്വമായ നന്ദി അറിയിക്കുന്നു. അഫ്സലിക്ക, വളരെ നന്ദി. നമ്മള് പലതവണ ഈ എപ്പിസോഡിൽ ആവർത്തിക്കപ്പെട്ട ഒരു വാക്കെന്ന് പറയുന്നത് സൗഹൃദം എന്ന് പറയുന്നതാണ്. നിങ്ങളുടെ തിരക്കഥകളിലും നമുക്കത് വ്യക്തമായിട്ട് എല്ലാ പടത്തിലും ഒരു വളരെ രൂഢമൂലമായിട്ടുള്ളൊരു സൗഹൃദത്തിന്റെ കഥകൾ പലപ്പോഴും പറയുന്നു. എന്നാൽ നമ്മൾ സഹോദരനെ പോലെ, സഹോദരനാണ്, സുഹൃത്താണെന്നൊക്കെ പറയുന്ന ഈ ഒരു ഘട്ടത്തിൽ ഇനി വരുന്ന ഒരാൾ സിദ്ദീഖ് ലാൽ കൂട്ടുകെട്ടിലെ സിദ്ദീഖ് എന്ന് പറയുന്ന നമ്മുടെ വളരെ പ്രിയപ്പെട്ട അതുല്യനായ കഥാകൃത്ത്, സംവിധായകൻ, അദ്ദേഹത്തിന്റെ സഹോദരനാണ്. വളരെ സ്നേഹത്തോടെ ഓർമ്മയിലെന്നും സിദ്ദീഖ് എന്ന ഈ പരമ്പരയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട സാലിക. സാലിക, ഒരിക്കൽ കൂടി സ്വാഗതം. നേരത്തെ ഞങ്ങളുടെ സംസാരത്തിനിടയിൽ പ്രസാട്ടൻ പറഞ്ഞു, പ്രസാട്ടൻ ആ വീട്ടിലെ ഇളയതാണ്, സിദ്ദിഖ വീട്ടിലെ മൂത്ത ആളാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ എത്ര വ്യത്യാസമുണ്ട്? ഞങ്ങൾ തമ്മിൽ ഏതാണ്ട് ഒരു 14 വയസ്സ് 15 വയസ്സ് വ്യത്യാസം. 14 വയസ്സ് വ്യത്യാസമുണ്ട്. ആ, കാരണം ഞാൻ 8ാമത്തെയാണ്. ഞാൻ 8ാമത്തെ ആളാണ്. സിദ്ദിഖ 8 മക്കളാണ് അല്ലേ? ഞങ്ങൾ 8 മക്കളാണ്. ഏറ്റവും മൂത്തത് ഇത്തയാണ്, ചേച്ചി, ഒരു ചേച്ചി ഇത്തയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് സിദ്ദീഖ. അങ്ങനെ 8ാമത്തെ ആളാണ് ഞാൻ. അപ്പൊ ഒരു പക്ഷേ സാലിക്കൊക്കെ സാലിക്ക് നല്ല ഓർമ്മകൾ വരുമ്പോ തന്നെ സിദ്ദിഖ ഒരുവിധം ഞാൻ സിദ്ദിഖയുടെ നാടകം കണ്ടിട്ടുണ്ട്. മറ്റേ ഈ പറഞ്ഞ രമണന്റെ മരണം എന്ന് അഭിനയിച്ച ഒരു സ്ക്രിപ്റ്റ് അത് കണ്ട എനിക്ക് ഓർമ്മയുണ്ട്, സ്കൂളിൽ വെച്ചിട്ട്. വളരെ ചെറുപ്പത്തിലാണ്. അതില് ഒരു കോൺസ്റ്റബിൾ ആയിട്ടാണ് നിൽക്കുക, അണ്ണൻ കോൺസ്റ്റബിൾ ആയിട്ടാണ്. ആ ഒരു നാടകം കണ്ട ഒരു ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ അധികം കണ്ടിരിക്കുന്നത് ഇവരുടെ പ്രോഗ്രാമാണ്, കലാഭവനിലെ മിംസ് പരേഡ്. ചേട്ടൻ എന്നുള്ള നിലയില് ചേട്ടൻ വലിയ ഇപ്പം സിനിമയില് ആളാകുന്നു, വലിയ രീതിയിലാകുന്നു, ഒരു സ്ട്രിക്റ്റ് ചേട്ടനായിരുന്നു നിങ്ങൾ? ഇല്ല, സ്ട്രിക്റ്റ് ഒരിക്കലും ഇല്ല. എല്ലാവരുമായിട്ട് വളരെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ഇതാണ്. കാരണം ചെറിയ കുട്ടികൾ മുതൽ എല്ലാവരും ഒരേമാതിരി അറിയാലോ, ഏട്ടനറിയാം. അതുപോലെ തമാശ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിരുന്നു. വാപ്പയാണെങ്കിലും അതുപോലെ തന്നെ ഷെരീഫിക്ക,
അപ്പാക്കുട്ടി അണ്ണനൊക്കെ പണ്ട് ഇവരുടെ അങ്കിളുമാരൊക്കെ ഉണ്ട്. അങ്കിൾമാർ. എല്ലാവരും നന്നായിട്ട് തമാശ പറയുന്ന നല്ല ആസ്വാദകരായിരുന്നു. നിങ്ങൾക്ക് സിദ്ദിഖയുടെ സിനിമ തിയേറ്ററിൽ പോയി ആദ്യത്തെ സിനിമ കണ്ടതൊക്കെ ഓർക്കുന്നുണ്ടോ? റാംജി റാവു. കാരണം എൻ്റെ വാപ്പ ഒരുപാട് വർഷത്തിന് ശേഷമാണ് റാംജി റാവു തിയേറ്ററിൽ കാണുന്നത്. പണ്ടൊക്കെ കണ്ടിട്ട് പിന്നെ ഒരുപാട് 89-ലല്ലേ സിനിമ. അതെ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വാപ്പ കാണുന്നത് ഇതാണ്, റാംജി റാവു ആണ് തിയേറ്ററിൽ പോയി തിയേറ്ററിൽ കാണുന്നത്. എല്ലാ സിനിമകളും ഇല്ല, പിന്നെ വാപ്പ അത് മാത്രമേ തിയേറ്ററിൽ പോയിട്ടുള്ളൂ. പിന്നെ വാപ്പ ഈ ഒരു സിനിമയാണ് തിയേറ്ററിൽ കണ്ടിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ടിവിയിൽ വരുമ്പോഴാണ് എല്ലാം കാണുന്നത്. പുള്ളിക്ക് ഗൾഫിൽ നിന്ന് ഒരാൾ വന്നപ്പോ ഒരു ഷർട്ടിന്റെ പീസ് കൊണ്ടു കൊടുത്തു. അന്ന് തീ പറഞ്ഞ സാധനം വൈറ്റ് കളറില് ഷർട്ട് തയ്ക്കാൻ വേണ്ടി കൊടുത്തു. അപ്പൊ അവിടെ തോമസ് ചേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ തയ്ക്കടയുണ്ട്. അവിടെ കൊണ്ടു കൊടുത്തിട്ട് ഒരു കാര്യമില്ല, ഷർട്ടിന് അളവൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് തോമസേ ബാക്കിയുള്ള തുണിക്ക് 2 അണ്ടർവെയർ വെച്ചേക്കും എന്ന് പറഞ്ഞു. ഈ തിളങ്ങുന്ന തുണിക്ക് ചൈനീസ് സിൽക്കല്ലേ? ചൈനീസ് സിൽക്കാണ്. ദുബായ് 2 ദിവസം കഴിഞ്ഞപ്പോ അയാള് അണ്ടർവെയർ വെച്ചിട്ട് ഷർട്ടിന് തികയുള്ള അണ്ടർവെയർ ഇട്ട് നടക്കാൻ പറ്റില്ല, ചിരിച്ചിരിച്ചാവും. ആദ്യം തയ്ച്ചത് ഇതാണ്. ആദ്യം അയാൾ അണ്ടർവെയർ അങ്ങനെ തയ്ച്ചു. കല സിദ്ദിഖ സൗഹൃദങ്ങളിൽ മാത്രമേ ഉപയോഗിക്കുള്ളൂ, അതായത് വീട്ടില് കല ചർച്ചകൾ ഉണ്ടായിരുന്നു. ചില ആളുകൾ പറയും സിനിമയുടെ കഥ കാണിക്കും, അല്ലെങ്കിൽ ഈ പ്രിവ്യൂ കാണിക്കല്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ? ഇല്ല, സിനിമയുടെ കഥ ആദ്യം ഫസ്റ്റ് ഇതാകുന്നത് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്നിട്ടാണ്. ഈദിൽ ഏതെങ്കിലും ഒരു ദിവസം എല്ലാവരും കൂടി ഇരുന്നിട്ട് ഞങ്ങളോടാണ് ആദ്യം പറയുന്നത്. ഞങ്ങളെല്ലാവരും, കാരണം ഞങ്ങൾ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് അവരുടെ കുട്ടികൾ എല്ലാവരും. ഇല്ല, പ്രിവ്യൂ അങ്ങനെ വരാം. ഈ കഥ ഫസ്റ്റ് ഉണ്ടാവുമ്പോ തന്നെ ഡിസ്കഷൻ ഞങ്ങളുടെ എല്ലാവരുമായിട്ട് ഇരുന്ന് അതിനെക്കുറിച്ച് ഓരോ അഭിപ്രായങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും, അത് എല്ലാത്തിലും ഉള്ളതാണ്. ഒത്തിരി മെമ്പേഴ്സ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഞങ്ങള് കാരണം 8 സഹോദര അവരുടെ മക്കൾ എല്ലാവരും ഉണ്ടാവും. ഇപ്പൊ അവസാനം ഈദിന്റെ അന്നാണല്ലോ അണ്ണൻ സുഖമില്ലാതെ ഹോസ്പിറ്റലായത്. ആ സമയത്ത് കഥ പറയാൻ പുള്ളിക്ക് പറ്റില്ല, കാരണം സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്നാണ് ആള് എത്തിയത്. നമ്മൾ കലാകാരൻ എന്നുള്ള നിലയിൽ വലിയ സക്സസ്സുകൾ ഉണ്ടാകുന്നു, അതിന്റെ വലിയ സന്തോഷം. സിനിമയാണ് അതേപോലെ തന്നെയാണ്. മറ്റൊരു പടം വേണമെങ്കിൽ വലിയ ഫ്ലോപ്പ് ആവാം, നമുക്ക് അതിനനുസരിച്ച് തന്നെ ദുഃഖിക്കാം. അങ്ങനത്തെ ഒരു ഏറ്റക്കുറച്ചിലുകൾ ഇങ്ങനെ ഒരു വളരെ സോഫ്റ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാൾക്ക് ചിലപ്പോൾ വേണം കൂടുതലായിട്ട് ബാധിക്കാവുന്നതാണ്. അങ്ങനെ ബാധിച്ച് വീട്ടിൽ വരുന്നോ കണ്ടിട്ടോ? ഒരിക്കലും വീട്ടിലേക്ക് വരില്ല, പുറത്തു തീരും. ലാൽ സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ എല്ലാം സക്സസ് ആയതുകൊണ്ട് ആ സമയത്ത് ഞങ്ങള് ഒരുമിച്ചുള്ളതൊക്കെ സക്സസ് ആയിരുന്നു. എനിക്ക് പരാജയം ഏറ്റുവാങ്ങാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. കുറെ ദിവസങ്ങൾ എടുക്കും നോർമൽ ആകാനായിട്ട്. അതായത് നമ്മൾ ഇത്രയും ദിവസങ്ങൾ ഇത്രയും നാൾ അധ്വാനിച്ച മുഴുവനും കുറെ പൈസ കളയാനും കുറെ നഷ്ടങ്ങൾ കേൾക്കാനും ചീത്ത കേൾക്കാനുമാണല്ലോ എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടാക്കുന്നത്. അത് സാമ്പത്തിക നഷ്ടത്തിനേക്കാൾ വലുതായിട്ട് ഇത്രയും നാൾ മെനക്കെട്ടത് ഇതിനു വേണ്ടിയിട്ടായിരുന്നു. വെറുതെ ഇരുന്നാൽ മതിയായിരുന്നല്ലോ എന്ന് പറയുന്ന സംഭവത്തിൽ അവനവനെ സംശയം തോന്നും, അവനവന്റെ ഡിസിഷൻ തെറ്റിപ്പോയി എന്നുള്ളിടത്ത്. മറ്റുള്ളവർ പറയുന്നത് നമ്മളൊന്നും അങ്ങനെ കാര്യമാക്കാറില്ല, പക്ഷെ സ്വയം വരുന്നൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ ഒന്നിച്ചുള്ള സക്സസ്സുകളുടെ ഒരു എണ്ണം വളരെ കൂടുതലാണെന്ന് പറഞ്ഞു. ആ സമയത്ത് നിങ്ങൾ സക്സസ് അല്ലാത്തൊരവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? എല്ലാം സക്സസ് ആണ് ചിന്തിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞങ്ങൾ അത്രയും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ പടങ്ങൾ. അതിന്റെ കഥ പറയുമ്പോൾ പറഞ്ഞു എത്രയോ പേരെടുത്ത് പറയാറുണ്ടെന്ന് അറിയോ. 1 പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നുമല്ല. പക്ഷെ ഇവരൊക്കെ വീണ്ടും വീണ്ടും കേൾക്കാൻ താല്പര്യം കാണിക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ കോൺഫിഡൻസ്. ഇത് സംഭവമൊക്കെയാണ്, ഇനി ഇതൊന്ന് സിനിമയാക്കി അഭിനയിപ്പിച്ച് കിട്ടിയാൽ മതി എന്ന് പറയുന്ന അവസ്ഥയാണ്. അപ്പൊ അതും നമുക്ക് എടുത്തു കഴിഞ്ഞിട്ട് ഇട്ട് കണ്ട് വീണ്ടും എഡിറ്റ് ചെയ്ത് പാസ്സാറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ പോസിറ്റീവ് എന്നാ പറയുന്നത്. സൗണ്ടും തനിത്തനിയാണ്. അത് പ്രൊജക്ഷൻ 18 പ്രാവശ്യമൊക്കെ വെക്കും ഓരോ പടത്തിന്റെ. എന്നിട്ട് വീണ്ടും കറക്റ്റ് ചെയ്ത് വീണ്ടും പിറ്റേ ദിവസം ഇട്ട് വീണ്ടും കറക്റ്റ് ചെയ്ത് അങ്ങനെയാണ് അന്ന് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരുപാട് ആളുകൾ കാണും. മദ്രാസിലേക്കാണെങ്കിൽ മദ്രാസിൽ അതിനുവേണ്ടി തന്നെ നമ്മുടെ ഒരു സുഹൃത്ത് വലയം ഉണ്ടാക്കിയിട്ടുണ്ട്. അവരൊക്കെ വിളിക്കും, അവരൊക്കെ വന്ന് കാണും. അപ്പൊ അതുകൊണ്ട് തിയേറ്ററിൽ പോയ ഒരവസ്ഥയിൽ തന്നെയാണ് നമ്മൾ റിസൾട്ട് അറിഞ്ഞിട്ട് തന്നെ തിയേറ്ററിലേക്ക് വരുന്നത് പടം. അതുകൊണ്ട് അങ്ങനെ വലിയ ടെൻഷൻ അന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. സിദ്ദിഖയുടെ ഒരു പ്ലസ് പോയിന്റ്, വേറെ ഒരു ക്വാളിറ്റി എന്നുള്ള ഞാൻ കണ്ടത്, ബോഡി ഗാർഡെന്ന് പടം കഴിഞ്ഞിട്ട് സിദ്ദിഖ ഞാനോട്ട് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് ജോർജിൻ്റെ ഒരു തമാശ ഞങ്ങൾ സിനിമയിൽ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ സിദ്ദിഖ ഏതാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ജോർജ് ഇപ്പം എന്ത് ചെയ്യണം, ഞാനിപ്പോൾ അപ്പൻ്റെ കൂടെയാണ്, അപ്പൻ എന്ത് ചെയ്യണം, അപ്പൻ വെറുതെ നടക്കുകയാണ് എന്നുള്ള സാധനം ഞങ്ങൾ സിനിമയിൽ എടുത്തിട്ടാന്ന് എന്ന് പറഞ്ഞു. അങ്ങനെ ആരും അങ്ങനെ പറയൂല ശരിക്കും പറഞ്ഞാൽ, അല്ലേ? അതൊരു ക്രെഡിറ്റ്. അതുപോലെ സിദ്ദിഖിന്റെ എൻ്റെ ലൈഫിൽ എൻ്റെ ഏറ്റവും വലിയൊരു അഡ്വൈസറാണ്. മരണം വരെ എൻ്റെ അഡ്വൈസറായിരുന്നു.
എന്ത് കാര്യം ചെയ്താലും വീട്ടിലെ കാര്യങ്ങൾ കൂടുതലും സിനിമയായിട്ട് മാത്രമല്ല വീട്ടിലെ കാര്യങ്ങൾ എന്താണെങ്കിലും ലൈഫിൽ എന്ത് കാര്യം വേണമെങ്കിലും സിദ്ദിഖിനോട് ചോദിച്ചിട്ടേ ചെയ്യാം. സിദ്ദിഖിനോടും ചോദിക്കരുത്, ജോഷ് സാറിനും ചോദിക്കരുത്. സിദ്ദിഖ് എൻ്റെ കറക്റ്റ് റൂട്ട് പറഞ്ഞു തരും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി. അത് നഷ്ടപ്പെട്ടു പോയത്. ഞാൻ നേരത്തെ സാറിന്റെ സിനിമകളെ കുറിച്ചോ അല്ലെ സിനിമയുടെ അതിലെ കഥാപാത്രങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ചില ആളുകൾക്ക് ചില കഥാപാത്രങ്ങൾ എപ്പോഴും ഒരു വലിയ ഭാഗ്യമാണ്. അവരെ കാണുന്നവരെല്ലാം ആ സിനിമയും ആ ഒരു കഥാപാത്രവും പറയും. അത്തരത്തിൽ മറ്റ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോഴും സിദ്ദിഖ് സാറിന്റെ ഒരു സിനിമയിലെ കഥാപാത്രം ആളുകൾ എടുത്തു പറയുന്ന ഒരു കലാകാരൻ, ക്രോണിക് ബാച്ചലർ എന്ന ചിത്രത്തിലെ ആ മദ്യപാനിയെ അവതരിപ്പിച്ചുകൊണ്ട് മലയാളികളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ കലാകാരൻ ശ്രീ അനിയപ്പൻ. എൻ്റെ സുഹൃത്തുണ്ട് മഞ്ജൂഷ്, തൃപ്പൂണിത്തുറയാണ്. മഞ്ജൂഷിൻ്റെ ഫ്രണ്ടാണ് സിറാജിക്ക. ഈ സിറാജിൻ്റെ ഒരു അടുത്ത ബന്ധുവാണ് സിദ്ദിഖ് സാർ. അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഭയങ്കരമുള്ള ആളാണ്. അങ്ങനെ പറഞ്ഞ് ഈ അനിയപ്പനെ നമുക്ക് എന്തെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? അവനിപ്പോൾ കലാപ്രതിഭയെ കേട്ടൊരു പാവപ്പെട്ട പയ്യനാണ്, എന്തെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടു പോട്ടെ. അങ്ങനെ നേരെ സിദ്ദിഖ് സാറിലേക്ക് എത്തിപ്പെടുകയും ഞാനും മഞ്ജൂഷും കൂടി സാറിൻ്റെ വീട്ടിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. വീട്ടിൽ കയറി അവിടെ ചെന്ന് സാറിനെ കണ്ടു. പുള്ളി പറഞ്ഞ് കഴിവുള്ളകളിൽ എപ്പോഴും രക്ഷപ്പെടും അനിയപ്പ, ഈ പടത്തിലെല്ലാം കാസ്റ്റിംഗ് ആയി കഴിഞ്ഞു, പിന്നെ അടുത്ത മൂവിയിൽ അനിയപ്പനെ ഞാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും നോക്കാം കേട്ടോ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു സാധാരണ ഒരാൾക്കാരുടെ പോലെ. അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ പെട്ടെന്നൊരു വാക്ക് ഒരു വലിയ വാക്കാണ്. അപ്പം സാറേ അയാൾ ഇവിടം വരെ എത്തിയതല്ലേ സാറേ, അവൻ്റെ ആ കഴിവൊന്ന് കാണിക്കട്ടെ സാറേ എന്ന് പറഞ്ഞ് അങ്ങനെ ആ കള്ളുകുടിയൻ അവിടെ കാണിക്കുകയാണ്. അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അദ്ദേഹം പറഞ്ഞു അനിയപ്പ നമുക്ക് നോക്കാം, ഏതായാലും അടുത്ത പടത്തിൽ എങ്ങനെയായാലും അനിയപ്പനെ എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടൊക്കെ അങ്ങനെ പോന്നു. ഞാൻ ഇന്നും ക്രോണിക് ബാച്ചിൽ കള്ളുകുടിയൻ എന്നുള്ള ഒരു പേരിലാണ് ഇപ്പോഴും അറിയപ്പെടുന്നത്. ഞാൻ അന്ന് ആ സമയങ്ങളിൽ ഞാൻ 10-26 സിനിമ അഭിനയിച്ചെങ്കിലും പക്ഷെ ഇപ്പോഴും ആൾക്കാർ പറയുന്നത് ക്രോണിക് ബാച്ചിൽ കള്ളുകുടിയൻ. ഞാൻ ദേവസ്വം ബോർഡിൽ ജോലി ചെയ്യുമ്പോഴും പിഷാരടിക്കറിയാം, നടക്കൽ വന്നിട്ടും ആൾക്കാർ പറയും ദേ കുടിയൻ നിൽക്കണം അമ്പലത്തിൽ വന്നിട്ട്. അപ്പോൾ ഇപ്പോഴും അറിയുന്നത് ആ ക്രോണിക് ബാച്ചിൽ കുടിയൻ എന്നാണ്. ഒരു വിദേശയാത്ര കോവിഡിന്റെ സമയത്തൊക്കെ ഒന്ന് അവിടെ പെട്ടുപോയി. കുറച്ചധികം നാൾ അവിടെയായിരുന്നു, അമേരിക്കയിലായിരുന്നു 6 മാസത്തോളം. അതൊരു വലിയ പെടലായിരുന്നു ആ സമയത്ത്. അത് കഴിഞ്ഞ് പെട്ടു വന്നിട്ടാണ്, അതും കഴിഞ്ഞ് ഒരു സിനിമയുടെ പണിപ്പുരയിലായിരുന്നു തോന്നുന്നല്ലേ അദ്ദേഹം നമ്മുടെ വീട്ടിൽ പിരിഞ്ഞു പോകുന്ന സമയത്ത്. അതെ അതെ, ഒരു സിനിമയുടെ എഴുത്തും വെച്ചിട്ടുള്ള ഒരു പടത്തിന്റെ ഒരു ഇതായിരുന്നു. ആ സമയത്താണ് അസുഖം വരുന്നതും ആശുപത്രിയിലാകുന്നതും. ഞങ്ങളുടെ സംഘടനയിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ സിനിമാ ലോകത്താണെങ്കിലും എല്ലാം ഇത്തിരി സ്പീഡായിരുന്നു കേട്ടോ. നമുക്ക് അങ്ങനെ പെട്ടെന്ന് വയ്യാന്ന് നമ്മൾ കേൾക്കലും സിദ്ദിഖയുടെ വിയോഗവും തമ്മിലുള്ള ദൂരം വളരെ ചെറുതായിരുന്നു. അറിയിച്ചില്ല. ഞാൻ സുഖമില്ലാന്ന് അറിഞ്ഞിട്ട് എന്നെ ഹോസ്പിറ്റലിൽ ഐസിയുലാണെന്ന് പറഞ്ഞ് ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ കാണാൻ വേണ്ടി പോയി ഐസിയുല് ഞാൻ കയറി. എന്നെ ആരും കയറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ സിദ്ദിഖിനെ കണ്ടോ തകർന്ന് തരിപ്പണമായി പോയി. കാരണം നമുക്കൊരാൾക്ക് സുഖമില്ലാതെ കിടക്കുന്നു പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു രൂപമുണ്ടല്ലോ, അതൊന്നും അല്ല അവിടെ കണ്ടത്. അവിടെ വെച്ച് ഞാൻ തല ഇറങ്ങിയിട്ട് പിന്നെ അവരെ കൂടി എന്നെ അവിടെ കിടത്തി വെള്ളമൊക്കെ തന്ന് കുറേ നേരം അവിടെ കിടത്തിയിട്ട് ആ മുറി കിടത്തിയിട്ടാണ് ഞാൻ പുറത്തു പോകുന്നത്. കാരണം അങ്ങനെ മാറിപ്പോയിരുന്നു. ആ അവസ്ഥ വരെ പുള്ളി ഇത് അറിയിക്കാണ്ട് വെച്ചിരുന്നു എന്നുള്ളതാണ്. ആരോടും പറഞ്ഞിട്ടില്ല. ഈ പറഞ്ഞ മാതിരി ലാലേട്ടൻ കാണുന്നത് സെക്കൻഡ് ഇതിലാണ്. ആദ്യം പുള്ളി കുറച്ച് ദിവസം ഒരു വേറെ ഹോസ്പിറ്റലിൽ പുള്ളി അഡ്മിറ്റ് ആയിരുന്നു, ഒരു 10-15 ദിവസത്തോളം. അതാരും പുള്ളി ആരടുത്തും പുള്ളി അണ്ണൻ ആരോടും പറയണ്ടെന്ന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞതുകൊണ്ട് നമ്മൾ ആരോടും പറഞ്ഞില്ല. കാണണ്ട, ആരും വന്ന് ഈ അവസ്ഥയിൽ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്നുള്ള ആരും അറിയണ്ട, എന്നെ ആരും വന്ന് കാണണ്ട എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു, ആഗ്രഹമായിരുന്നു പുള്ളിക്ക്. അതൊരു മസ്റ്റായിരുന്നു. അതാണ് നമ്മുടെ ജനറൽ ബോഡിയിൽ വരാതെ പോയി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ അതാണ് പോയത്. ഈ 15 ദിവസം പോയി ഡോക്ടറിനെ അറിയാം. ഫസ്റ്റ് അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിൽ നിന്നാണ് ഒരു ദിവസം പുള്ളി ലീവ് എടുത്തിട്ടാണ് അന്ന് ഈദിന്റെ അന്നാണ് വീട്ടിൽ വരുന്നത്. അന്ന് ഉച്ചക്ക് വന്നിട്ട് രാത്രിയാണ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അപ്പൊ ഈദിനല്ല ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്ന ഒരു ഇതാണ്, സിദ്ദിഖയുടെ വീട്ടിലാണ് കൂടുന്നത്. അങ്ങനെ ആ സമയത്ത് രാത്രി ഒരു 10 മണിക്കാണ് പുള്ളി വീണ്ടും പോകുന്നത്. വളരെ ടയർഡായിട്ടാണ് പോകുന്നത്. ഒരു ദുശീലങ്ങളും ഇല്ലാത്ത ആളാണ്. അപ്പോ അതെടുത്ത് പറയണം, ഒന്നുമില്ല, സിഗരറ്റ് വലിയില്ല, മുറുക്കലില്ല. അപ്പൊ സാധാരണ ഇത് കഴിഞ്ഞാല് ഞങ്ങളെല്ലാവരും പോകുന്നത് സിദ്ദിഖാണ് സി ഓഫ് ചെയ്ത് എല്ലാവരും ഓക്കെ ഞങ്ങൾ ഓരോരുത്തർ പോകുമ്പോഴേ ഏതാണ്ട് ഒരു 10-11 മണി എല്ലാവരും അവിടെ നിന്ന് പോകും. അപ്പോൾ അന്ന് സംഭവിച്ചതല്ല, ഇക്കാണ് എല്ലാവരെയും ബൈ പറഞ്ഞു പോകുന്നത് ഹോസ്പിറ്റലിലേക്ക്. ആ പോക്കാണ് ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് പിന്നെ പുള്ളി വരുന്നത് ഇതായിട്ടാണ്.
സിദ്ദിഖ് എന്ന സംവിധായകനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ടിൽ തെരുവിൽ നിന്നും പെറുക്കി ജീവിക്കുന്ന കന്നാസ് കടലാസ് മുതൽ സാധാരണക്കാരായ കലാകാരന്മാർക്ക് അസാധാരണമാം വിധം സാധാരണമായ ആൾക്കാരുടെ കഥ പറഞ്ഞ് എത്രത്തോളം അസാധാരണമായ ദൂരങ്ങളിലേക്ക് എത്താൻ സാധിക്കുമെന്നതിൻ്റെ ഒരു വലിയ തെളിവാണ് സൽമാൻ ഖാനെ വെച്ച് ബോഡി ഗാർഡ് എന്ന് പറയുന്ന ഒരു ചിത്രം 100 കോടി ക്ലബിലെത്തിക്കുന്നത് വരെ ഒരു സംവിധായകൻ സാധാരണ എറണാകുളത്തെ ഒരു നാട്ടിൻപുറത്ത് നിന്നും ജനിച്ചു വളർന്ന് എത്തുക എന്ന് പറയുന്നത്. ഇത്രയും സമയം സിദ്ദിഖ് എന്ന സംവിധായകന്റെ ബാല്യകൗമാര യൗവനങ്ങളിലൂടെ, അദ്ദേഹത്തിന്റെ കരിയറിലൂടെ, അദ്ദേഹം എന്ന വ്യക്തിയിലൂടെ എല്ലാം നമ്മൾ യാത്ര ചെയ്തു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവച്ചു. ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളെ കുറിച്ച് അതിനോടൊപ്പം നമ്മൾ സംസാരിച്ചു. സഹപ്രവർത്തകരായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ എത്തി. അതിൽ ഏറ്റവും എടുത്തു നന്ദി പറയുന്ന ഒന്ന് ലാൽ സാർ. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു, ആശുപത്രിയിൽ ചെന്ന് കണ്ട നിമിഷത്തെക്കുറിച്ച് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അപ്പോൾ അത് ഇവരുടെ ഒരു സൗഹൃദത്തിന്റെ ആഴം വെച്ച് വലിയ വേദനയുള്ളതും, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പരിപാടിയിൽ എത്തുക എന്നതിന്റെ പ്രസക്തി എന്തെന്ന് അവനവനോട് ചോദിച്ചാൽ ഉത്തരമില്ലാത്തതുമൊക്കെ ആയിട്ടുള്ളൊരു കാര്യങ്ങളാണ്. എങ്കിലും ഞങ്ങളുടെ സ്നേഹപൂർവമായ ക്ഷണം സ്വീകരിച്ചു വന്നതിന് ലാൽ സാറിന് നന്ദി, സാലിക്കയ്ക്ക് നന്ദി, അശവൻ ചേട്ടൻ ഒരു സമകാലീനനാണ്, സുഹൃത്താണ്, സഹപ്രവർത്തകനാണ്, പ്രസാദേട്ടൻ, ഗായകനായ അഫ്സൽ, ഏലൂർ ജോർജ് ചേട്ടൻ തുടങ്ങി ഓർമ്മയിലെന്നും സിദ്ദിഖ് എന്ന ഈ ലക്കത്തിൽ സിദ്ദിഖ് എന്ന കഥാകൃത്തിന്റെ നമ്മൾ പറഞ്ഞു പോകാത്ത പല എപ്പിസോഡുകൾ കഴിയുമ്പോൾ പലരും പറയാറുണ്ട്, അത് പറഞ്ഞില്ലല്ലോ ഇത് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നത്. സിനിമകളുടെ കഥകൾ, അദ്ദേഹം എഴുതിയിട്ടുള്ള കഥകൾ, തിരക്കഥകൾ, അയാൾക്കഥ എഴുതുകയാണ് പോലുള്ള പടങ്ങളുടെ കഥ സിദ്ദിഖാണ്. മക്കൾ മഹാത്മ്യത്തിന്റെ കഥ സിദ്ദിഖാണ്. തിരക്കഥകൾ എഴുതിയ സിനിമ, സംവിധാനം ചെയ്ത സിനിമകൾ, അങ്ങനെ ഒരുപാട് സിനിമകളിലൂടെ ആമുഖത്തിൽ ആദ്യം പറഞ്ഞതുപോലെ തകർക്കാനാവാത്ത റെക്കോർഡുകളുടെ ഉടമയായി സിദ്ദിഖ് ലാൽ കൂട്ടുകെട്ട് എന്ന് പറയുന്ന ആ കൂട്ടുകെട്ടിൽ വന്ന് സിദ്ദിഖയുടെ ഓർമ്മകളിലൂടെയുള്ള ഓർമ്മയിലെന്നും സിദ്ദിഖ് എന്ന ഈ ഒരു പരമ്പരയുടെ ഈ ലക്കം പൂർണ്ണമാകുന്നു. അതിന് തൊട്ടുമുമ്പായി നമുക്ക് ആൽബം സൈനിങ്. നമ്മളെല്ലാം സ്നേഹിക്കുന്ന സിദ്ദിഖയുടെ സഹോദരൻ സാലിക്കയ്ക്ക് പ്രിയപ്പെട്ട ലാൽ സാർ അമൃത ടിവിയുടെ ഭാഗത്തു നിന്ന് ഒരു ഉപഹാരം സമർപ്പിക്കും. പാട്ടുകൾ പലപ്പോഴും നമുക്ക് കേൾക്കും തോറും ഇഷ്ടം കൂടി വരുന്നവയാണ്. എന്നാൽ നർമ്മത്തെക്കുറിച്ച് പലരും പറയുന്ന ഒരു പരാതി ഇത് മുഴുവൻ കേട്ടതാണ്, പുതിയതെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ്. എന്നാൽ നർമ്മം കാലം കഴിയും തോറും കൂടുതൽ ശക്തിയുള്ളതായി മാറുകയും വീണ്ടും വീണ്ടും കാണുമ്പോൾ ആദ്യം കണ്ട അതേ ചിരിയോ അതിൽ കൂടുതൽ ചിരിയോ നമുക്ക് സമ്മാനിക്കുന്ന വിധത്തിലാവുകയും ചെയ്യുക എന്ന് പറയുന്നത് ഒരു ജീനിയസിനെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്. അത്തരത്തിൽ മലയാളികളുടെ ചിരി ഓർമ്മകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വളരെ പ്രതിഭാധനനായ സംവിധായകൻ സിദ്ദിഖ് സാർ. ഓർമ്മയിലെന്നും സിദ്ദിഖ് എന്ന ഈ ലക്കം ഇവിടെ പരിപൂർണമാവുകയാണ്. അടുത്ത ലക്കത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട മറ്റൊരാൾ. നമ്മൾ തമ്മിലൊരു രൂപ സാദൃശ്യം ഉണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങൾ ചെയ്യുന്നത്. സൈൻസിനും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ ഒരു ഭാഷയുടെ കാര്യത്തിൽ പിന്നെ ഇദ്ദേഹം ഇത് പറഞ്ഞിട്ട് പടം കണ്ടപ്പോൾ എനിക്ക് ഒരു വല്ലാത്തത് തോന്നി. എപ്പോഴും ഷോയ്ക്ക് പോയി ഒരു സാധനം വാങ്ങിക്കണമെന്നില്ല, വേറൊരാൾക്ക് കൊടുക്കണമെന്നില്ല. സൈനിധിന് എന്തോ എന്നെ വലിയ ഇഷ്ടമായിരുന്നു, എനിക്കും അതൊരു ഭയങ്കര ഇഷ്ടമായിരുന്നു സംഭവം.
ഇവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സൈനുദ്ദീനോട് വന്നിട്ട് പറയണം. സൈനുദ്ദീനും സിദ്ദിഖ് ആരൊക്കെയുണ്ട് അവിടെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് ഈ പടത്തിലോട്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. സൈനുദ്ദീനോടാ പറഞ്ഞത്, നല്ല മോനോടാ പറഞ്ഞത്. സൈനുദ്ദീൻ നിനക്ക് രക്ഷപ്പെടണമല്ലേ, രക്ഷപ്പെടണമെങ്കിൽ ഇപ്പം പെട്ടോ കഴിഞ്ഞാൽ പിന്നെ തീർന്നു. രക്ഷപ്പെടണമെങ്കിൽ ഇതാണ് സമയം, രക്ഷപ്പെട്ടോളാം. ഇത് കഴിഞ്ഞിട്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഡാഡിയും മമ്മിയും കല്യാണം കഴിഞ്ഞ് ഫ്രഷ് കപ്പിൾസ് നമ്മുടെ ഷേണായ്സ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അപ്പോൾ ചില കൂട്ടുകാരുണ്ടാവും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചുമ്മാ ചൊറിയാൻ വേണ്ടി എന്തെങ്കിലും ഡയലോഗ് ഇടും. ഒരു ഫ്രണ്ട് ആരോ ഒരാൾ, മമ്മി ഒരാളുടെ പേരൊന്നും പറയാനുള്ള, ഇങ്ങനെ വന്നിട്ട് എന്താണ് സാർ ഇതിനെ കല്യാണം കഴിഞ്ഞില്ലേ, ആളെ കല്യാണം കഴിഞ്ഞ് ഇതാരാണ്, ഇതെൻ്റെ ഭാര്യ. അല്ല അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഉണ്ടല്ലോ, അതാരാണ്, അത് നിൻ്റെ ഭാര്യ.